ഹലോ, ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. ഓണക്കാലത്ത് ഇറങ്ങിയിരിക്കുന്ന 3 സിനിമകളുടെ വിശേഷങ്ങളുമായി നമുക്ക് ഒന്ന് നോക്കാം. 5-ാം ദിനത്തിലേക്ക് കടക്കുകയാണ് ദുൽഖർ സൽമാൻ്റെ വേഫെയറർ ഫിലിംസ് പിടിച്ച ലോക ചാപ്റ്റർ 1-ഉം മോഹൻലാലിൻ്റെ ഹൃദയപൂർവ്വവും. 4-ാം ദിനത്തിലേക്ക് കടക്കുന്നു ഓടും കുതിര ചാടും കുതിര. ഈ 3 സിനിമകളും പ്രകമ്പനം സൃഷ്ടിച്ചുകൊണ്ട് തന്നെയാണ് ബോക്സ് ഓഫീസിനെ കീഴ്പ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഫെസ്റ്റിവൽ സീസണുകളിൽ ഇറങ്ങാറുള്ള സിനിമകളെല്ലാം തന്നെ മികച്ച കളക്ഷൻ നേടുന്നത് പതിവുമാണ്. ഇതിൽ തന്നെ 2 സിനിമകൾ വമ്പൻ ബ്ലോക്ക് ബസ്റ്ററായി മാറുകയാണ്. അതിൻ്റെ വിശേഷങ്ങളിലേക്ക് കടന്നു വരാം. അതിന് മുന്നോടിയായി നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. നിങ്ങളുടെ കട്ട സപ്പോർട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് 60,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതായിരിക്കും. ലോക ചാപ്റ്റർ 2-ൻ്റെ വിശേഷങ്ങളിലേക്ക് ചെല്ലാം. ലോക എത്തിയിരിക്കുന്നത് 65,50,00,000 രൂപയിലേക്കാണ്. അതെ, 4 ദിനത്തെ കളക്ഷനാണ് വന്നിരിക്കുന്നത്. വളരെ ഫാസ്റ്റായിട്ട് സിനിമ 50 കോടി ക്ലബിൽ നേടിയിരിക്കുകയാണ്. ശനിയാഴ്ച നിന്ന് മാത്രമായിട്ട് സിനിമ നേടിയിരിക്കുന്നത് 21.5 കോടിക്ക് മുകളിലാണ്. ഞായറാഴ്ച സിനിമ നേടിയിരിക്കുന്നത് 25 കോടിയോളമാണ്. ഇന്നലത്തെ ദിനത്തിന് മികച്ച ഒരു പ്രത്യേകത തന്നെയായിരുന്നു. എല്ലാ സ്ഥലങ്ങളിലും സിനിമ 1 കോടിക്ക് മുകളിൽ, അതായത് കർണാടക, തമിഴ്നാട്, തെലുങ്കാന, നോർത്ത് ഇന്ത്യ എല്ലാ സ്ഥലങ്ങളിലും മികച്ച രീതിയിലുള്ള കളക്ഷൻ നേടാൻ കഴിഞ്ഞു. കർണാടകയിൽ നിന്ന് സിനിമ നേടിയത് 3,25,00,000 രൂപയാണ്. തമിഴ്നാട്ടിൽ നിന്ന് സിനിമ നേടിയിരിക്കുന്നത് 3,85,00,000 രൂപയാണ്. തെലുങ്കാനയിൽ നിന്ന് സിനിമ നേടിയിരിക്കുന്നത് 3,45,00,000-ഓളമാണ്. നോർത്ത് ഇന്ത്യയിൽ നിന്ന് 1,45,00,000 രൂപ. മൊത്തം 12 കോടിക്ക് മുകളിലാണ് സിനിമ നേടിയിരിക്കുന്നത്. ടോട്ടൽ ഇന്ത്യ കളക്ഷനായി എത്തിയിരിക്കുന്നത് 29 കോടിക്ക് മുകളിൽ. തമിഴ്നാട്ടിൽ എക്സ്ട്രാ ഷോസ് തന്നെയായിരുന്നു കാണാനുണ്ടായിരുന്നത്. സത്യം ബിഗ് സ്ക്രീനിൽ വീണ്ടും എക്സ്ട്രാ ഷോസ് ആഡ് ചെയ്യുന്നു. വെട്രി തിയേറ്ററിലും കമല തിയേറ്ററിലുമൊക്കെ അങ്ങനെ തന്നെ പല മൾട്ടിപ്ലക്സുകളിലും ലേറ്റ് നൈറ്റ് ഷോസ് ഇന്നും ചാർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. കർണാടകത്തിൽ ഇന്നലെ 250-ന് മുകളിലുള്ള ഹൗസ്ഫുൾ ഷോസാണ് കാണാൻ കഴിഞ്ഞത്. 300-ലധികമുള്ള ലേറ്റ് നൈറ്റ് ഷോസ് കേരളത്തിൽ മാത്രം ആഡ് ചെയ്തിരുന്നു. തെലുങ്കിൽ 305-ന് മുകളിലുള്ള എക്സ്ട്രാ ഷോസ് ആഡ് ചെയ്യപ്പെട്ടിരുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. എന്തായാലും വേൾഡ് വൈഡായിട്ട് മികച്ച കളക്ഷനാണ്. അവസാന 24 മണിക്കൂറിൽ സിനിമ നേടിയത് 309K ടിക്കറ്റ്സാണ് വിറ്റുപോയതായി കാണാൻ കഴിയുന്നത്. UAE GCC ഓഫീസുകളിൽ ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ നേടിയത് 3 ദിനം കൊണ്ട് $1.5 മില്യൺ. അതായത് 4 ദിനം കൊണ്ട് സിനിമ നേടിയത് $2 മില്യൺ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നും സിനിമയ്ക്ക് മികച്ച കളക്ഷനുമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകാൻ കഴിയുന്നത്. റീസെയിലിലൂടെ മാത്രമായി 1-ാം തീയതി, അതായത് 5-ാം ദിനം സിനിമ നേടിയിരിക്കുന്നത് 2,51,00,000 രൂപയ്ക്ക് മുകളിലാണ്. ഇതിനോടകം തന്നെ സിനിമ 3 കോടിക്ക് മുകളിൽ ബോക്സ് ഓഫീസ് കളക്ഷനും നേടിയിരിക്കുകയാണ്. മോഹൻലാലിൻ്റെ ഹൃദയപൂർവ്വം മികച്ച രീതിയിൽ തന്നെ കളക്ഷൻ തൂക്കി മുന്നോട്ട് പോവുകയാണ്. 33.5 കോടിയോളമാണ് സിനിമ ഇതുവരെ നേടിയതായി പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ. ബോക്സ് ഓഫീസിൽ 50 കോടിയിലേക്ക് സിനിമ എത്തുകയാണ്. മോഹൻലാൽ ഒരു വർഷത്തിൽ 550 കോടി മാർക്കിലേക്ക് എത്തുകയാണ്. ഇത് റെയറസ്റ്റ് ആണ് മോളിവുഡിൽ നമുക്ക് ഇങ്ങനെ ഒരു കാര്യം. അതെ, മോഹൻലാലിന് മാത്രം കഴിയുന്ന ഒരു കാര്യമായി വരികയാണ്. ഹൃദയപൂർവ്വം ഞായറാഴ്ച റെക്കോർഡ് കളക്ഷനോട് കൂടി തന്നെയാണ് വന്നത്. ആദ്യ 4 ദിവസങ്ങളേക്കാൾ കൂടുതൽ കളക്ഷനാണ് സിനിമയ്ക്ക് വന്നത്. 1044ഓളം ഷോകളിൽ നിന്ന് 1,84,000-ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ സിനിമയുടെ ട്രാക്ഡ് കളക്ഷനായി തന്നെ വന്നത് 3 കോടിയോളമാണ്. ഇന്ന് തിങ്കളാഴ്ചയും സിനിമയ്ക്ക് മികച്ച കളക്ഷനാണ് കാണാൻ കഴിയുന്നത്. ഇതുവരെ 1028ഓളം ഷോകളിൽ നിന്ന് ഏകദേശം 80,000 ടിക്കറ്റുകളാണ് വിറ്റുപോയിരിക്കുന്നത്. 25% ഒക്യുപ്പൻസിയിൽ 1,25,00,000 രൂപയോളമാണ് സിനിമയ്ക്ക് ഈ ഒരു വർക്കിംഗ് ഡേയിലും വന്നിരിക്കുന്നത്. ഫൈനൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു 2 കോടി തന്നെയായിരിക്കുമെന്നുള്ളതാണ്. കഴിഞ്ഞ 4 ദിനങ്ങളിലും സിനിമയ്ക്ക് 2 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ നേടാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സിനിമ 15 കോടിയിലേക്ക് എത്തുകയാണ്. വരുന്ന 2 ദിവസങ്ങൾക്കുള്ളിൽ സിനിമ ബോക്സ് ഓഫീസിൽ 50 കോടിയിലേക്ക് എത്തും എന്നുള്ള ഏറെയും പ്രതീക്ഷിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. വീണ്ടും തുടർച്ചയായിട്ട് മോഹൻലാലിന് 50 കോടി ക്ലബിലേക്ക് വരുന്ന ഒരു കാഴ്ചയാണ്. ഇതിനിടയിൽ മോഹൻലാലിൻ്റെ ഈ ഒരു സിനിമ നോർത്ത് അമേരിക്കയിൽ നിന്ന് മാത്രമായി $300K നേടിയിരിക്കുന്നത്. അതും പുതിയ റെക്കോർഡുകളിലേക്ക് ആഡ് ചെയ്യുന്ന ഒരു കാര്യമായി മാറുക തന്നെയാണ്. എന്തായാലും മോഹൻലാൽ തരംഗമാണ് നമുക്ക് ബോക്സ് ഓഫീസിൽ കാണാൻ കഴിയുന്ന. അത്ര ഗംഭീരമായിട്ട് തന്നെയാണ് പോകുന്നത്. UK ബോക്സ് ഓഫീസിൽ നിന്ന് മോഹൻലാലിൻ്റെ ഈ ഒരു ചിത്രം നേടിയിരിക്കുന്നത് 3,38,00,000 രൂപയാണ്. അതും 4 ദിനം കൊണ്ടാണ്. UK യൂറോപ്പ് സിനിമാസിൽ സത്യൻ അന്തിക്കാടിൻ്റെ ഈ ഒരു സിനിമ അത്രത്തോളം മികച്ച പ്രകടനമാണ്. കഴിഞ്ഞ 24 മണിക്കൂറിൽ സിനിമ നേടിയിരിക്കുന്നത് 96.99K ടിക്കറ്റ്സാണ്. മണിക്കൂറുകളിൽ 2,500-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ് ഇപ്പോൾ വിറ്റുപോകുന്നത്. ഈവനിങ് ആകുമ്പോഴത്തേക്ക് 4,000-ന് മുകളിലേക്കുള്ള ടിക്കറ്റുകൾ വിറ്റുപോകും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ടിക്കറ്റ് വിൽപ്പന നടന്നിരിക്കുന്നത് ലോക ചാപ്റ്റർ 1-ന് തന്നെയാണ്. രണ്ടാമതായത് പരമസുന്ദരിയാണ്. പരമസുന്ദരി എന്നുള്ള ചിത്രത്തിന് 137K വന്നപ്പോൾ ഹൃദയപൂർവ്വത്തിന് 96K ആണ് വന്നത്.
ഫഹദ് ഫാസിലിൻ്റെ ഓടും കുതിര ചാടും കുതിര 3 ദിനങ്ങൾ പിന്നിടുമ്പോൾ ഇന്ന് 4ാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ ഭേദപ്പെട്ട രീതിയിലുള്ള കളക്ഷനുമായി മുന്നോട്ട് പോവുകയാണ്. ആദ്യ ദിനം 74 ലക്ഷം രൂപയാണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞെങ്കിൽ 2ാം ദിനം 45 ലക്ഷത്തിൽ ഒതുങ്ങുന്ന കാഴ്ച കണ്ടു. 3ാം ദിവസം വീണ്ടും കൂടുന്ന ഒരു കാഴ്ച കണ്ടു 54 ലക്ഷത്തിലേക്ക്. അതായത് 3 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായി സിനിമ നേടിയിരിക്കുന്നത് 1,73 ലക്ഷം രൂപയോളമാണ്. വേൾഡ് വൈഡ് ആയിട്ട് സിനിമ 3.5 കോടിക്ക് മുകളിലേക്ക് എത്തി. ഇന്നത്തോടെ സിനിമ നമുക്ക് പ്രതീക്ഷിക്കുകയാണ് 5 കോടി അല്ലെങ്കിൽ 4.5 കോടിക്ക് മുകളിലേക്ക് എത്തുമെന്ന്. കേരള ബോക്സ് ഓഫീസിൽ ഇന്നും സിനിമ 45 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് പോകും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ ഇതിലെ ഏതൊക്കെ സിനിമകളാണ് കണ്ടത്? നിങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട സിനിമകൾ ഏതാണ്? ഇത് തിയേറ്ററിൽ പോയപ്പോൾ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ, ഒന്നും കൂടെ കാണാൻ തോന്നുന്ന ചിത്രം ഏത് എന്നുള്ളതൊക്കെ ഒന്ന് കമൻസിലൂടെ പറയാം. എന്താണേലും തുടർച്ചയായി 2 ദിവസങ്ങൾ 20 കോടിക്ക് മുകളിലേക്ക് ദുൽഖർ സൽമാൻ്റെ വേഫെയറർ ഫിലിംസിൻ്റെ ഈ ഒരു ചിത്രം എത്തുകയാണ്. ലോക, അതെ, കല്യാണി പ്രിയദർശൻ അഭിനയിച്ചിരിക്കുന്ന ഈ ഒരു ചിത്രം ഒരു ഫീമെയിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു മൂവിയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ഇന്ത്യൻ സിനിമയുടെ പട്ടികയിൽ 1ാമതെത്തിയിരിക്കുകയാണ്. വീണ്ടും തമിഴ്നാട്ടിൽ 1 കോടിയിലേക്ക് ഇന്നും കളക്ഷൻ എത്തും എന്നുള്ള പ്രവചനങ്ങളാണ് കൂടുതലും ട്രാക്കേഴ്സ് പുറത്തുവിടുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേറ്റ് മീഡിയാസ്.